students, welcome back to Primary Lectures. It's me, Fatima Rizana. So, നമ്മൾ ഇന്നിവിടെ Structural Analysis 2ന്റെ introduction ആണ് പറയാൻ പോകുന്നത്. So, students, നമ്മൾ കഴിഞ്ഞ S3 ൽ S3 ൽ നിങ്ങൾ Structural Analysis 1 പഠിച്ചിട്ടുണ്ട്. So, നമ്മൾ ഇനി S4 ൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു അഡ്വാൻസ്ഡ് ഫോം ആണ് നമ്മൾ Structural Analysis 2. So, അതിന്റെ സബ്ജക്ട് കോഡ് ആണ് PCCET 403. So, നമുക്ക് ഈ സബ്ജക്റ്റിൽ എന്തൊക്കെ പഠിക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. So, നോക്കേ. So, നമ്മൾ ഈ Structural Analysis 2 നിങ്ങളുടെ എങ്ങനെയാണ് നമ്മുടെ മാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സബ്ജക്ട് കോഡ് എന്ന് പറഞ്ഞാൽ PCCET 403, അതായത് നമ്മൾ 303ന്റെ ഇക്വാലന്റ് ജസ്റ്റ് അതിന്റെ അഡ്വാൻസ്ഡ് ഫോം കേട്ടോ. സോ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. ഒന്ന് നിങ്ങളെ ഇന്റേണൽ ആണ്, ഒന്ന് നിങ്ങളെ എക്സ്റ്റേണൽ മാർക്കാണ്. സോ നോക്കിയേ, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതായത് നിങ്ങൾ ഇന്റേണൽ മാർക്സിന് നിങ്ങൾക്ക് എത്ര ഉള്ളത് 40 മാർക്സ് ആണ് ഉള്ളത്. പിന്നെ നിങ്ങൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ മാർക്സ്, അതായത് ESE മാർക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 60. ഇനി നിങ്ങളെ എക്സാം, നിങ്ങളെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് എത്ര 2.5 hours ആണ്, അതായത് 2.5 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളത്. അതെന്താ തിയറി ടൈപ്പ് ആണ് കേട്ടോ. ഇനി നോക്കിയേ, ഇനി നമ്മളെ ഇന്റേണൽ മാർക്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് നോക്കാം. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ്, നിങ്ങളുടെ ഇന്റേണൽ മാർക്സ് ഫസ്റ്റ് നിങ്ങളെ അറ്റൻഡൻസിന് എത്ര 5 മാർക്സ് ആണ്, മനസ്സിലായോ? അറ്റൻഡൻസിന് 5 മാർക്കാണ്. പിന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ കോളേജിൽ എടുക്കുന്ന അസൈൻമെന്റ്സ്, മിനി പ്രൊജക്ട്സ്, കാര്യങ്ങൾ മൈക്രോ പ്രൊജക്ട്സ്, ഇതിനൊക്കെ എത്ര 15 മാർക്കാണ്, അല്ലെ 50 മാർക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് രണ്ട് സീരീസ് എക്സാം ഉണ്ടാവും. ഫസ്റ്റ് സീരീസ് എക്സാമിന് 10 മാർക്സും സെക്കൻഡ് സീരീസ് എക്സാമിന് നിങ്ങൾക്ക് എത്ര 10 മാർക്സ് ആണ്. സോ ടോട്ടൽ നിങ്ങൾക്ക് എത്ര 40 മാർക്സ് ആണ് നിങ്ങൾക്ക് എത്ര ഇന്റേണൽ മാർക്സ് ഉള്ളത്. സോ 100ൽ ഔട്ട് ഓഫ് 40 എത്രയാണ് 40 എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്സ് ആണ്. സോ റിമൈനിങ് 60 ആണ് നിങ്ങളുടെ എക്സ്റ്റേണൽ എക്സാം. സോ നോക്കിയേ, ഇനി നിങ്ങളെ എൻഡ് സെമസ്റ്റർ എക്സാം അല്ലെ, നിങ്ങളുടെ എക്സാമിന്റെ മാർക്സ് ആണ് നോക്കുന്നത്. സോ നമ്മുടെ നിങ്ങളൊരു സ്കീം 2024 സ്കീം എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടായിട്ടുള്ളത്, ഒന്ന് പാർട്ട് എയും ഒന്ന് പാർട്ട് ബിയും. മനസ്സിലായോ? രണ്ട് പാർട്ടാണ്, ഒന്ന് പാർട്ട് എയും പാർട്ട് ബിയും. സോ പാർട്ട് എ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. മെയിൻലി നിങ്ങൾക്ക് തിയറട്ടിക്കൽ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ പാർട്ട് എയിൽ എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര ഉണ്ടാവും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായോ? ടോട്ടൽ നിങ്ങൾക്ക് എത്ര ഉള്ളത്, ടോട്ടൽ നിങ്ങൾക്ക് ഉള്ളത് 4 മൊഡ്യൂൾ ആണ് അല്ലെ. ഈ 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻസ് വെച്ചുണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലാവും? 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസിനും പാർട്ട് എയിൽ 3 മാർക്സ് ആണ് ഉള്ളത്. മനസ്സിലായോ? സോ ഓരോ മൊഡ്യൂളിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ടോട്ടൽ 4 into 2 8. സോ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ എത്ര 3 മാർക്കാണ്. സോ 24 മാർക്സ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് എയിൽ എത്രയാണ് ടോട്ടലായി 24 മാർക്സ് ആണ് ഉള്ളത്. ഇനി കമ്മിങ് ബാക്ക് ടു നമ്മുടെ എന്ത് പാർട്ട് ബി. പാർട്ട് ബി എന്ന് പറയുന്നത് ഓരോ മൊഡ്യൂളിനും നിങ്ങൾക്ക് എന്താണ്ടാവും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മനസ്സിലായോ? ഓരോ മൊഡ്യൂളിനും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് എന്താ ഉണ്ടാവും ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മനസ്സിലായി? ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങളെ പാർട്ട് ബിയിൽ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾ മൊഡ്യൂൾ 1 എടുക്കുക. മൊഡ്യൂൾ 1 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഇതിന് ഓർ ആയിരിക്കും. മനസ്സിലായോ? ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എത്ര ഈച്ച് ക്യാരി 9 മാർക്സ്. മനസ്സിലായോ? ഓരോ മൊഡ്യൂളിനും നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവും. നോട്ട് ചെയ്യണം, ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഓർ ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 9 മാർക്സ് ആണ്. ഇനി ഇൻ കേസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിന് 9 മാർക്സിന് ഉണ്ടാവും, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഉണ്ടാവും. മാക്സിമം സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 3 സബ് ഡിവിഷൻ, 1 3 1 3 3 അത്ര 3 into 3 9 മാർക്സ്. മനസ്സിലായോ? സോ 9 into 4 എന്ന് പറഞ്ഞാൽ 36 മാർക്സ് ആണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസിൽ ഓർ ആയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. സോ 9 into 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 36 മാർക്സ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര 36 plus 24 ദാറ്റ് ഈസ് 60 മാർക്സ്. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 4 മൊഡ്യൂളാണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ച എന്ത് ചെയ്യുന്നു, ഫോഴ്സ് മെത്തേഡിനെ കുറിച്ചായിരുന്നു പഠിച്ചത് അല്ലേ. സോ നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് കോൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ച്, ഒരു സ്ട്രക്ചറൽ അനാലിസിസിൽ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് മെത്തേഡ് കഴിഞ്ഞ സെമ്മിലും ഈ സെമ്മിലും ഡിസ്പ്ലേസ്മെന്റ് അപ്രോച്ച് എന്താണെന്നുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ അതിന്റെ കൂടെ നമ്മൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി പഠിക്കണം. കാരണം ഫോഴ്സ് മെത്തേഡിൽ എപ്പോഴും സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിൽ എന്തായിരുന്നു കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് ഉള്ളത്. സോ നോക്കിയാൽ അടുത്ത നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണ്. സോ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് കുറെ ഉണ്ട്. അതിൽ ഇവിടെ നമ്മൾ എന്താ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് നമ്മൾ മൊഡ്യൂൾ 1 പഠിക്കുന്നത്.
സോ സ്ലോപ്പ് ഡിഫ്ലേഷൻ മെത്തേഡിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ഉണ്ട്, സൈൻ കൺവെൻഷൻ ഉണ്ട്, അതുപോലെ സ്ലോപ്പ് ഡിഫ്ലേഷന്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമുക്കറിയാം എപ്പോഴും സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീമിനെ നമ്മൾ ഇവിടെ അനാലിസ് ചെയ്യുന്നത്. സോ എപ്പോഴും എന്തായിരിക്കും, അതൊരു കണ്ടിന്യൂസ് ബീം ആയിരിക്കും. മനസ്സിലായോ? അതിൽ കണ്ടിന്യൂസ് ബീമിൽ തന്നെ സെറ്റിൽമെന്റ് ഉണ്ട്, വിത്തൗട്ട് സെറ്റിൽമെന്റ് ഉണ്ട്. മനസ്സിലായോ? സോ നമ്മളിവിടെ ഇൻക്ലൂഡിങ് സെറ്റിൽമെന്റ് അടക്കം ഉള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതുപോലെ നമ്മളിവിടെ പ്ലെയിൻ ഫ്രെയിമും കൂടി പഠിക്കാണ്. അതായത് ഓർത്തോഗണൽ റിജിഡ് പ്ലെയിൻ ഫ്രെയിം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ സെയിം പ്ലെയിനിൽ വരുന്ന ഫ്രെയിംസിന്റെ സ്റ്റഡി നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഇൻക്ലൂഡിങ് അത് ഫ്രെയിമിൽ വരുന്ന സ്വേ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ട് ഹൊറിസോണ്ടൽ പിൻ ലോഡോ എന്തെങ്കിലും ലോഡ് കാരണം ലാറ്ററൽ ലോഡ്സ് കാരണം ഒരു സൈഡിലോട്ട് ചെയ്യാം. സോ നമ്മൾ ഇൻക്ലൂഡിങ് സ്വേ ഉള്ള കേസ് കൂടി പഠിക്കുന്നുണ്ട്. അതിന്റെ മാക്സിമം കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് അപ് ടു 2 വരെയാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അതിന്റെ വേറൊരു മെത്തേഡാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിന്റെ വേറൊരു മെത്തേഡാണ് നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിന്റെ നമുക്ക് കോൺസെപ്റ്റും പഠിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു നമുക്ക് കുറച്ചൊരു പ്രൊപ്പോർഷൻസ് ഉണ്ട്. സോ പ്രൊപ്പോർഷൻസിന്റെ നമ്മൾ ആ ഒരു ഡെറിവേഷനും അവർ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ എക്സാമിന്. അതുപോലെ നമ്മൾ ഇവിടെ ബീമിനെയും നോൺ സ്വേ ഫ്രെയിമിനാണ്, അതായത് സ്വേ ഇല്ലാത്ത ഫ്രെയിംസിനെയും ബീംസിനെയും മാത്രം അനാലൈസ് ചെയ്താൽ മതി. അതുപോലെ സ്വേ ഫ്രെയിംസിന്റെ ജസ്റ്റ് ഇല്ലുസ്ട്രേഷൻ, ജസ്റ്റ് നമ്മൾ തിയറി എന്താണെന്നുള്ള എങ്ങനെ സ്റ്റെപ്പ് നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ നമുക്ക് എത്ര ഉള്ളൂ മൊഡ്യൂൾ 1 സോ മെയിൻലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോപ്പ് ഡിഫ്ലേഷൻ മെത്തേഡോ അല്ലെങ്കിൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡോ ഓർ ആയിട്ടാണ് ചോദിക്കാറ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു പോയാലും മതി. ഓക്കെ. അടുത്ത നമ്മൾ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്, മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഫോർ അനാലിസിസ് ഓഫ് മൾട്ടി സ്റ്റോറി ഫ്രെയിംസ്. അതായത് നമ്മൾ കഴിഞ്ഞതിലൊക്കെ പഠിച്ചത് എന്താ, ഒരു 1 സ്റ്റോറി ഫ്രെയിമാ പഠിച്ചത്. സോ മൾട്ടി സ്റ്റോറി ഉള്ള ഫ്രെയിംസിനെ അനാലിസിസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിൻലി നമുക്ക് വെർട്ടിക്കൽ ലോഡ്സ് ഉണ്ട്. സോ വെർട്ടിക്കൽ ലോഡ്സ് വെച്ചിട്ടുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിംസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ലോഡിംഗ് കണ്ടീഷൻസ്, അതായത് മാക്സിമം ഹോഗിങ്ങും സാഗിങ് ആയിട്ടുള്ള മൊമെന്റ്സ് വരെ ബീമിലും പഠിക്കാനുണ്ട്. അതുപോലെ അവിടെ തന്നെ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ കോളംസ്. സാധനം നമുക്കറിയാം ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ, ദിസ് ഈസ് കോളം അല്ലെ, ഇതെന്താണ്, ഇത് കോളാണ്, ഇത് ബീമാണ് അല്ലെ. അപ്പം ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇൻ കോളംസും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇത് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലോഡ്സിന്റെ അനാലിസിസ് ആണ്. ഇനി അടുത്ത അനാലിസിസ് ഓഫ് ലാറ്ററൽ ലോഡ്സ്. ലാറ്ററൽ ലോഡ്സ് എന്ന് പറഞ്ഞാൽ വല്ല വിൻഡ് ലോഡ്സ്, ഇവിടെ ഇങ്ങനെ ലാറ്ററൽ ആയിട്ട് വല്ല വിൻഡ് എന്തെങ്കിലും ടൈപ്പ് ലോഡ്സ് വരുമ്പോൾ അവിടെ വരുന്ന പോർട്ടൽ മെത്തേഡും അതുപോലെ കാന്റിലിവർ മെത്തേഡാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി നോക്കിയാൽ അടുത്തെന്ന് വെച്ചാൽ നമുക്ക് പ്ലാസ്റ്റിക് തിയറി ആണ്. സോ നമ്മൾ മെമ്മോയ്സ് പോലുള്ള സബ്ജക്ട്സിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഇലാസ്റ്റിക് തിയറി വെച്ചിട്ടാണ്. സോ ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് തിയറി വെച്ചിട്ടാണ് ബേസ്. സോ എന്താണ് നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ച് കോൺസെപ്റ്റ് അല്ലെ. ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്ന സെറ്റിൽമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് പ്ലാസ്റ്റിക് ഹിഞ്ച് കോൺസെപ്റ്റിൽ. പ്ലാസ്റ്റിക് മോഡുലസ് ഉണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക് മോഡുലസ്, അതുപോലെ ഷേപ്പ് പാറ്റേൺ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെന്റ്സ്, അതുപോലെ കൊളാപ്സ് മെക്കാനിസം. സോ മെയിൻലി ഇതിൽ നിന്നാണോ ഒന്നെങ്കിൽ കൊളാപ്സ് ലോഡ് കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ഫാക്ടർ കാണാനോ ഉണ്ടാവും. മനസ്സിലായോ? ഇനി ഇവിടെ എന്ന് പറയുന്നത് എന്താ, പ്ലാസ്റ്റിക് അനാലിസിസ് ഓഫ് ബീംസ്, അതുപോലെ പോർട്ടൽ ഫ്രെയിംസ് ബൈ ഇക്വിലിബ്രിയം ആൻഡ് മെക്കാനിസം മെത്തേഡ്സ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംഗിൾ സ്റ്റോറിയും അതുപോലെ സിംഗിൾ ബേ ഫ്രെയിംസിനെയാണ് നിങ്ങൾക്ക് അനാലിസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇതാണ് നമ്മളെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ അടുത്താണ് നമ്മളെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ മെട്രിക്സ് അനാലിസിസ് ആണ്. ഓക്കെ. ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ ഒരു ബേസിക് ആയുള്ള ഇക്വേഷൻസ് കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഒരു മെട്രിക്സ് ഫോമിൽ ചെയ്യുന്ന മെട്രിക്സ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫ്ലെക്സിബിലിറ്റി മെത്തേഡിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫ്ലെക്സിബിലിറ്റിന്റെ ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻസ് ഉണ്ട്. സോ ജസ്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളും നമ്മൾ പറയും. അതുപോലെ കോൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ അപ്രോച്ചും. ഇനി ഫ്ലെക്സിബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്സിനും ഫ്രെയിം എലമെന്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ട്രസ് അല്ലെ, പിൻ ജോയിന്റ് ആയിട്ടുള്ള ഫ്രെയിംസിന് നമ്മൾ ട്രസ് എന്ന് പറയുന്നത്. ട്രസ്സിനെയും അതുപോലെ ഫ്രെയിമിനാണ് അനലൈസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലോഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സും അതുപോലെ ടോട്ടൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് സ്ട്രക്ചറും നമ്മൾ കാണും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അനാലിസിസ് ചെയ്യണം. എന്തൊക്കെ അനാലിസിസ് ഓഫ് സിമ്പിൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യാം. ഏത് പ്ലെയിൻ ട്രസ്സും അതുപോലെ പ്ലെയിൻ ഫ്രെയിമും. പിന്നെ പ്ലെയിൻ ട്രസ്സിലും പ്ലെയിൻ ഫ്രെയിമിലും വരുന്ന നോഡൽ ലോഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോഡ്സിൽ മനസ്സിലായി, ഓരോ നോഡൽ ലോഡ്സും അതുപോലെ എലമെന്റ് ലോഡ്സും. സോ ഇത്രയാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ഇനി നോക്കിയേ, ഇനി അടുത്ത നമ്മൾ മൊഡ്യൂൾ 4 നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് ആണുള്ളത്. സ്റ്റിഫ്നെസ് മെത്തേഡ് ഉണ്ട്, അതുപോലെ നമുക്ക് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഉണ്ട്. സോ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്താണ് സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോയിഫിഷ്യൻസും അതുപോലെ അതിന് വരുന്ന ഫിസിക്കൽ അപ്രോച്ചിന്റെയും ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം നമ്മൾ പറയാം. പിന്നെ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, അതായത് എങ്ങനെ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ബൈ ഫിസിക്കൽ അപ്രോച്ച്. അതുപോലെ ഇവിടെ വരുന്ന എന്തൊക്കെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രസ്സിനും അതുപോലെ ഫ്രെയിം എലമെന്റ്സിനാണ് കൊടുക്കുന്നത്.
പിന്നെ തന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്. അതായത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനാണ് കൊടുക്കുന്നത്. ഏതൊക്കെ? നമ്മൾ പ്ലെയിൻ ട്രസ്സിനും അതുപോലെ പ്ലെയിൻ ഫ്രെയിമും, നേരത്തെ പറഞ്ഞ പോലെ നോഡൽ ലോഡ്സിനും അതുപോലെ എലമെന്റ് ലോഡ്സിനും. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് ഉണ്ട്. അതിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉള്ളത്. അതിൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓഫ് ബീം എലമെന്റ്സ്, ഒരു ബീം എലമെന്റ്സിൽ വരുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സും അതുപോലെ ഇവിടെ വരുന്ന ലോഡ് ഫാക്ടറിന്റെ അസംബ്ലിയും സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെയും, പിന്നെ സൊല്യൂഷൻ ഓഫ് ടു സ്പാൻ കണ്ടിന്യൂസ് ബീം, എങ്ങനെ ടു സ്പാൻ കണ്ടിന്യൂസ് ബീമിന്റെ സൊല്യൂഷൻസും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് മൊഡ്യൂൾ 4 പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നോക്കാം. എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്നാണ് കേട്ടോ. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഡിഫ്ലക്ഷനും അതുപോലെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഉള്ളത്. സോ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഓൾറെഡി പണ്ട് നമുക്ക് രണ്ട് അപ്രോച്ചാണ് നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ളത്. ഒന്ന് ഫോഴ്സ് മെത്തേഡും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡാണ്. സോ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്തിന്? ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്. അടുത്ത നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ്. അപ്രോക്സിമേറ്റ് മെത്തേഡ് അനാലിസിസ് നമ്മൾ മൾട്ടി സ്റ്റോറി ആയിട്ടുള്ള എന്ത് ഫ്രെയിം സ്ട്രക്ചേഴ്സിനെ അനാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് നമ്മൾ മെട്രിക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ മെട്രിക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക് തിയറിയും അതൊരു അപ്ലൈ ദ സെയിം ഫോർ ദ ലിമിറ്റ് അനാലിസിസ് ഫോർ ദ സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റിഫ്നെസ് മെത്തേഡ് എന്ന പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് മെട്രിക്സ് മെത്തേഡ്സിലാണ്. അതുപോലെ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ സ്ട്രക്ചർ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ സബ്ജക്ട് ഇപ്പൊ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലായിട്ടാണ്. ഇൻട്രൊഡക്ഷൻ അല്ലെ, എന്താണ് നമ്മൾ ഒരു സ്ട്രക്ചർ അനാലിസിസ് ടൂൾ പഠിക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ? സോ താങ്ക് യു സോ മച്ച്.